BJP ഒരു സീറ്റിൽ ജയിച്ചു എന്നുള്ളത് വളരെ അപകടകരമായൊരു പ്രവണതയുടെ തുടക്കമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. BJPയിലേക്ക് വോട്ടുകൾ പോയത്, ഇഴവ് വോട്ടുകൾ പോയത്, ക്രിസ്ത്യൻ വോട്ടുകൾ പോയത്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് ഈ പ്രശ്നം മുൻകാലത്തില്ലാത്ത വിധം അല്ലെങ്കിൽ മുൻകാലത്ത് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പ്രകടമായി കേരളീയ സമൂഹത്തിലുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതൊരു വലിയ പ്രശ്നവുമാണ്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പോലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന വളരെ വർഗീയ വിഷലിപ്തമായ പ്രസ്താവനകളെ അടച്ച് തള്ളിപ്പറയാൻ MV ഗോവിന്ദൻ തയ്യാറാകുന്നുമില്ല. അപ്പോൾ ഇതിലെങ്ങനെ എൻഗേജ് ചെയ്യും എന്നുള്ളൊരു ആശയക്കുഴപ്പം CPM-നുണ്ടോ? CPM ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമ്മുടെ സൊസൈറ്റി കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള സത്യമാണ്. അതിനകത്ത് അടിസ്ഥാനപരമായി ഇടതുപക്ഷ ആശയങ്ങൾ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സൊസൈറ്റിയിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്ന, ലോകം മുഴുവൻ കാണുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടുന്ന പ്രാമുഖ്യം, ഇന്ത്യയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രാമുഖ്യം, ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ശരിയാണ്. അപ്പം സാധാരണഗതിയിൽ പറയുക, വെൻ യു ഹാവ് കൺഫ്യൂഷൻ ഗോ ബാക്ക് ടു ദി ബേസിക്സ്. ഞാൻ കണക്കാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങൾക്ക് അന്യമായിട്ടുള്ള കാര്യങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുപ്പക്കാരെ 18-നും 25-നും വയസ്സുള്ള ഇടയ്ക്ക് പ്രായമുള്ള 10% വോട്ട് ഇപ്പൊ പുതുതായി വർഷം ചേർക്കപ്പെടുന്നുണ്ട്. 5-നും 10-നും ഇടയ്ക്ക് ശതമാനത്തിലേക്ക്. ഈ മനുഷ്യരടക്കം ഇവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ പാർട്ടി മാറേണ്ടതുണ്ട് എന്നുള്ളത് ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, പല കാര്യങ്ങളും ഈ സാധാരണക്കാരായ മനുഷ്യരുടെ അവരെ മതിക്കുന്ന പല പ്രശ്നങ്ങളും പാർട്ടി കാണാതെ പോകും, അതല്ലെങ്കിൽ ലൈറ്റായിട്ട് എടുക്കും. വളരെയധികം റെപ്പർക്കഷനുള്ള മനുഷ്യരുടെ തീന്മേശകളിൽ അവരിൽ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ഒന്നുകിൽ അജ്ഞത നടിക്കുന്നു, അതല്ല എങ്കിൽ മനഃപൂർവ്വം ശ്രീ രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ഒരുതരം ഹുങ്കോടുകൂടി മറന്നു പോകും. ഞാനത് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് ഐ നീഡ് ടു ബി വെരി എക്സ്പ്ലിസിറ്റ് അബൌട്ട് ഇറ്റ്. ഞാൻ ഈ കരുവന്നൂർ കേസിനെ കുറിച്ച് ഒന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആദ്യത്തെ 1 വർഷം കേരളത്തിലെ പോലീസ് കാര്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ അത് അറിയില്ലാത്തതല്ല. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, സഹകരണ പ്രസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ആദ്യമായിട്ട് ഈ വ്യാജ രേഖകൾ ഉണ്ടാക്കി മനുഷ്യർക്ക് ലോണുകൾ കൊടുത്തു എന്ന് പറയുന്ന ആരോപണം നേരിടുമ്പോൾ ആ വ്യാജ രേഖകൾ പിടിക്കാൻ പറ്റാത്ത പോലീസ്. അതിന്റെ അർത്ഥം ആ കേസ് ഇട്ട് തല്ലാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു എന്നല്ലേ? ഒരു സാധാരണ മനുഷ്യൻ എത്തിപ്പെടുന്ന, ഞാൻ എത്തിപ്പെടുന്ന തീരുമാനം അതാണ്. ഞാൻ എത്തിപ്പെടുന്നത് ഇത്രയും വലിയൊരു കൊള്ള നടന്നു കഴിഞ്ഞപ്പോൾ, ഇത്രയും വലിയ ചതി നടന്നു കഴിഞ്ഞപ്പം ആ കേസിന്റെ അടിയിലേക്ക് പോകാൻ വേണ്ടി ആ പാർട്ടിക്ക് താല്പര്യമില്ലാതിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചെന്ന് ആലോചിച്ച് നോക്കി. ഈ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, അപ്പൊ അത് ഈ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് ആ കാര്യത്തിൽ ഒരു താല്പര്യമില്ലായിരുന്നു എന്ന് മനുഷ്യർ ചിന്തിച്ച്, ഞാനിപ്പോ അങ്ങനെ ചിന്തിക്കുന്നു. എന്നെ പോലുള്ള മനുഷ്യർ അങ്ങനെ ചിന്തിക്കും. അപ്പം അവർ ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ അത് അവരുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയത്തില്ലാത്ത കാര്യമാണോ ഇത് നമ്മുടെ സമൂഹ ജീവിതത്തെ ഭീകരമായിട്ട് ബാധിക്കുമെന്ന്? അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ വന്ന ആരോപണം. ആ ആരോപണം വളരെ സോളിഡായിട്ട് അവിടെ കിടക്കുകയാണ്. അവർക്ക് ഒരു മറുപടിയും പറയേണ്ടയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ മീതെ ഇത് നിൽക്കും. അത് അവർ പണം വാങ്ങി സേവനം കൊടുത്തിട്ടില്ല എന്നുള്ള ആരോപണം, ഞാൻ ഈ മത്തിൽ കൊഴുനാടൻ ഉന്നയിക്കുന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ സോളിഡായിട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എഴുതി അവിടെ ഇട്ടിരിക്കുന്ന ആരോപണം. ആ ആരോപണത്തിന് അവർക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കത് അൺആക്സെപ്റ്റബിൾ ആണ്. അത് അവർ അംഗീകരിക്കില്ല. ഈ കാര്യം മനുഷ്യരോട് തുറന്നു പറയാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുക? എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമായിരിക്കും പാർട്ടിക്ക് ഉണ്ടാവുക? അപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞത് സോപ്പ് വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. വളരെ സോളിഡായിട്ട് CPM രാഷ്ട്രീയത്തെക്കുറിച്ച് അതിന്റെ സാധാരണഗതിയിൽ അത് പാലിക്കും എന്ന് നമ്മൾ കരുതുന്ന മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള സീരിയസ് ആയിട്ടുള്ള നടപടികൾ, ഞാൻ പറയുന്നത് ഏതെങ്കിലും താഴെ തരത്തിലുള്ള 1-2 മനുഷ്യർ ഇടപെടുന്ന സാധാരണ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങൾ ജേക്കബ്, അവിടെ ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം ചോദിക്കുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നൊരു മറുപടിയുണ്ട്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമങ്ങളുണ്ടായി.
മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ നശിപ്പിക്കാൻ ശ്രമങ്ങളുണ്ടായി. അത് ജനങ്ങളെ സ്വാധീനിച്ചു. അതായത് ആ പ്രതിച്ഛായ തകർക്കാൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിച്ഛായ തകർക്കാൻ ശ്രമങ്ങൾ ഉണ്ടായാൽ അതെന്തുകൊണ്ട് ഈ ശ്രമം, ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ടല്ലോ എന്നൊരു മറുചോദ്യം ഉണ്ടായില്ല. പക്ഷെ അത് അങ്ങനെ ചിന്തിക്കേണ്ടതല്ലേ പാർട്ടിയും സംവിധാനവും? രാജ്യം തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. അതാണ് ഞാൻ റെഗുലറായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത്തരം എനിക്കറിയാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരോട് ഞാൻ പറയാറുണ്ട്. അതായത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അത്രയധികം ശരിയാണ്. അവർ എത്ര വലിയ ആക്രമണമാണ് മുഖ്യമന്ത്രിക്കെതിരെ സ്വർണ്ണക്കടത്ത് കേസുമായിട്ടുണ്ടായത്. എത്ര വലിയ ആക്രമണം. തെരഞ്ഞെടുപ്പിന് 2020 തുടങ്ങി 2021 വരെ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി ഓഫീസിനെതിരെയും എത്ര വലിയ ആക്രമണമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ജനങ്ങളത് വിശ്വസിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കുന്നത്? ഇത് എന്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം. സ്വർണ്ണക്കടത്ത് പോലെയുള്ള ഒരു കേസ്, ഇതിനകത്ത് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇതിന്റെ രണ്ടിന്റെയും രേഖകൾ പരിശോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ളത് അസംബന്ധമാണെന്നുള്ളത് എനിക്ക് നല്ല ധാരണയുണ്ട്. കേരളത്തിലെ എന്നെ പോലെ രേഖകൾ പരിശോധിക്കാൻ അവസരമില്ലാത്ത മനുഷ്യർക്ക് പൊതു ധാരണയുണ്ട്. കാരണം ഇത് മനുഷ്യർ പറയുന്നത് കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട്, ഇതിന്റെ എത്രത്തോളം നുണയുണ്ട് എന്നുള്ള കാര്യം. അതേ മനുഷ്യർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അവർ പറഞ്ഞപ്പം ഇതേ ജനങ്ങൾ സമ്മതിക്കുകയും ഈ ആരോപണം വരുമ്പോൾ ഈ പ്രതിച്ഛായ തകരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ജനങ്ങളുടെ ഭാഗത്തല്ല, മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും ഭാഗത്താണ് എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും മനസ്സിലാക്കണം. അത് മുഖ്യമന്ത്രിയുടെ മകളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസ് അല്ല CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അവർക്കെതിരെ ഒരു ആരോപണം വന്നാൽ അതിന് മറുപടി പറയേണ്ടത് അവരാണ്. അവർ പറയുന്നില്ല. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് സുതാര്യമാണ് എന്ന് പറയേണ്ടത് അവരാണ്, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ല. അവരത് പറയുമ്പോൾ മനുഷ്യർക്ക് പല സംശയങ്ങൾ തോന്നും. ഇത് ഞങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല, ഇത് ഞങ്ങൾ വിശദീകരിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചാൽ ജനങ്ങൾക്കത് അസ്വീകാര്യമായി വന്നു. എനിക്കത് അസ്വീകാര്യമാണ്, എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് പറയേണ്ടത് ആ രണ്ട് കമ്പനികളാണ്, അതല്ലാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നെ പോലെ സാധാരണ കേരളത്തിൽ സാധാരണ മനുഷ്യനാണ്, വോട്ടറാണ് ഞാനും. അത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് വരും. ഇത്തരം കാര്യങ്ങളെ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇതിന്റെ അകത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മനുഷ്യരോട് വിശദീകരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരം ഒരു നിലപാടുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മനുഷ്യരുടെ അടുത്തേക്ക് പോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് ഈ കാര്യങ്ങളിൽ ക്ലീനപ്പ് ചെയ്യാതെ, ഇത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് കൃത്യമായിട്ട് പറയാതെ എന്തൊക്കെ, അതുകൊണ്ടാണ് മനുഷ്യർ വിശ്വസിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസ് വിശ്വസിക്കാത്ത മനുഷ്യര് ഈ കേസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇവരാലോചിക്കണ്ടേ? ഇവരാലോചിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് ഇത് മനുഷ്യർ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവരാലോചിച്ചേ പറ്റൂ. അതിൽ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ജനങ്ങൾ പഴയ 2021 വോട്ട് ചെയ്തത് അതേ മനുഷ്യർ തന്നെയാണ് 2024 വോട്ട് ചെയ്തത്. അന്ന് ഇതേ ആരോപണം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചണ്ഡമായിട്ട് നടത്തിയ, എല്ലാ ദിവസവും എന്നോണം നടത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങൾക്ക് പുല്ലുവില കൊടുത്ത മനുഷ്യർ ഇപ്പം ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും അതിൽ കഴമ്പുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് എങ്കിൽ ജനങ്ങൾക്ക് തെറ്റി എന്നുള്ളതല്ല, ഞങ്ങൾക്ക് തെറ്റി എന്നുള്ളത് മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മനസ്സിലാക്കും.